பகலாய் மாறப் போகிறார். Hallelujah. ചിലരെ കർത്താവ് അതിനു വേണ്ടി ഇന്ന് പകൽ അഭിഷേകം ചെയ്ത് എഴുന്നേൽപ്പിക്കുന്ന പകലായി മാറാൻ പോകുകയാണ്. അവൻ യേശുവെ കാണുന്ന സമയം വരെ, യേശുവെ മീറ്റ് പണ്ണുന്ന സമയം വരെ, അവൻ ഇവൾ ഒരു പാപിനിയായ സ്ത്രീയായിരുന്നു. വ്യഭിചാരത്തിലൂടെ നടക്കപ്പെട്ട ഒരു സ്ത്രീ. അഞ്ചോളം ഭർത്താക്കന്മാരുണ്ടായിരുന്ന ഒരു സ്ത്രീ. എന്നാൽ ഒറ്റ സെക്കൻഡിൽ ഇവളുടെ வாழ்க்கைയെ മാറി. ഇന്ന് ഞാൻ പറയുന്നത്, നിങ്ങൾ എവിടെ പ്രശ്നയിൽ ഇരുന്നാലും, എവിടെ പോരാട്ടത്തിൽ ഇരുന്നാലും, എവിടെ കവലയിൽ ഇരുന്നാലും, ഇന്ന് ഒറ്റ സെക്കൻഡിൽ യേശുവിന്റെ வாழ்க்கையை മാറ്റ വല്ലവരായിരിക്കാം. യേശു ഉങ്ങളോട് സമീപമായിരുന്നു ഉങ്ങളോട് പേശി ഉള്ള വിടുതലയാക്കാൻ പോകുകയാണ്. ഇതൊരു വിടുതലിന്റെ പകലായി മാറാൻ പോകുകയാണ്. ഇതൊരു വിടുതലിന്റെ നേരമായി മാറാൻ പോകുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു ഇന്ന് എന്റെ வாழ்க்கைയിലും യേശു ഒരു അത്ഭുതം ചെയ്യും, ഉന്റെ കുടുംബത്തിന്മേലും യേശു ഒരു അത്ഭുതം ചെയ്യുമെന്ന് அந்த நம்பிக்கையுள்ளவர் மட்டும் ஆண்டவரை கரங்களை கொடுத்து சொல்லுங்க, அப்பா என்னோட வாழ்க்கையிலும் இப்படி ஒரு அற்புதத்தை செய்யுங்க, ஒரு மாற்றத்தை செய்யுங்க அப்பா. எவ்வளவு நாளை இந்த சபைக்குள்ள வந்து இருக்குது அப்பா, இன்று பகல் ஒரு மாற்றம் வரட்டே, ஒரு தேசத்தை விடுவிக்கிறதா, ஒரு அபிஷேகத்தின் மேல் ஊற்றுங்க, தேசத்தை விடுதலையாக்கும் ஒரு அபிஷேகத்தின் மேல் ஊற்றுங்க என்று ஜெபம் பண்ணுங்க. இந்த சபை இങ്ങനെ இப்படி போகாது. இங்கே ஒரு பெரிய மகிமை ஆண்டவர் ஊற்றும். இந்த சபைக்ககத்து ஒரு பெரிய மகிமை ஆண்டவர் ஊற்றும். അവൻ நிறைய ആളുകൾ ഇങ്ങനെ വന്ന് വിടുവിക്കുന്ന ഒരു കാഴ്ച കർത്താവിനെ കാണിക്കുന്നു. ഒത്തിരി തടയങ്ങളിലും ഒത്തിരി ഭാരത്തിലൂടെയും ഒത്തിരി പ്രശ്നത്തിലൂടെ എല്ലാം പോയ ഒരു കാഴ്ച കർത്താവിനെ കാണിക്കുന്നു. ഒത്തിരി പാസ്റ്റേ മിനിസ്ട്രിയിൽ ഒത്തിരി പ്രോബ്ലംസ്, ഒത്തിരി തടയങ്ങളെല്ലാം വന്ന്, എതിർപ്പുകൾ വന്ന്, അങ്ങനെ ഒത്തിരി പ്രശ്നത്തിലൂടെ പോയത് കർത്താവിനെ കാണിക്കുന്നു. ബലവീനങ്ങൾ, ശാരീരികമാണ് ബലവീനങ്ങൾ, കഷ്ടങ്ങൾ, അവൻ നിറയെ പോരാട്ടങ്ങൾ വന്നത്. എന്നാൽ കർത്താവ് പറയുന്നു, ഞാൻ കർത്താവ് ഈ സഭയെ മഹത്വം കൊണ്ട് നിറപ്പി. യോവാൻ 11-ാം അധ്യായം 40-ാം വചനത്തിൽ പടി, அந்த മഹത്വത്തെ വെളിപ്പെടുത്തുന്ന ഒരു സഭയായി ഇതിനെ മാറ്റുകയും ചെയ്യും. ആമേൻ. இந்த பர்த்தனையில் கர்த்தர் புது பலனை பகராൻ പോകുകയാണ്. இந்த பர்த்தனை நாளிൽ ഒരു പുതു ബലനെ കർത്താവ് പാസ്റ്ററിനെ അയക്കാൻ പോകുകയാണ്. இந்த നാളിൽ ദൈവം ഒരു പുതിയ ബലനെ സഭയിൽ എഴുന്നേൽപ്പിക്കട്ടെ. കഴുകെ പോലെ ശക്തിയെ പുതുക്കുന്ന ഒരു പുതു കൃപ പാസ്റ്ററിനെ കർത്താവ് അയക്കാൻ പോകുകയാണ്. ഒരു പുതിയ ബലൻ, ഒരു പെരിയ അഭിഷേകം സഭയിൽ നിറമ്പി വഴിയെ പോകുന്നത്. കഴുകെ പോലെ സെട്ടകളെ അടിച്ച് പറന്നുയരുന്ന ഒരു വല്ലമേ, ഒരു കൃപേ, ഒരു അഭിഷേകത്തെ കർത്താവ് അയക്കാൻ പോകുകയാണ്. കാണിക്കുന്നു ഒത്തിരി ഊഴിയക്കാർ, ഒത്തിരി കൃപ പെറ്റുകൊണ്ടവർ, ഒത്തിരി അഭിഷേകത്തെ പെറ്റുകൊണ്ടവർ കർത്താവ് ഈ ദേശത്തിൽ എഴുന്നേൽപ്പിക്കും. ആശപ്പെടുന്നു കർത്താവ്
ஹalleluya. நீங்க பேசுகிறது சுவிசேஷம், அது வீணாய் போகாது. இன்றைக்கு பேசுகிற தேவனுடைய வார்த்தை அது வீணாய் போவதில்லை. நீங்க மற்றவர்களுடைய இயேசுவை பற்றி சொன்னா அது வீணாய் போகாது. நீங்க மற்றவர்களுக்கு ஆண்டவரை பற்றி இயேசுவை குறித்து அறிவித்தால் அது ஒரு நாளும் வீணாய் போவதில்லை. ആമേൻ. അങ്ങനെ ശമരിയർ യേശുവിന്റെ അടുക്കൽ വന്ന് തങ്ങളോട് കൂടെ പാർക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു എന്ന് വചനം പറയുന്നു. அவர்கள் சமாரியர்கள் எல்லாம் அந்த இடத்துல கூடி வந்து இயேசுவை பார்க்கணும் என்று வாஞ்சியோடு ஓடி வந்தார்கள். ഇതുപോലെ இந்த സുവിശേഷത്തിനാൽ അനേകർ യേശുവെ കാണുവാൻ, പാർക്കുവാൻ, യേശുവിനെ കാണുവാൻ இந்த இடத்திലേക്ക് വരുന്ന ഒരു കാലം കർത്താവ് പുറക്കാൻ പോകുകയാണ്. இந்த சுவிசேஷத்தின் நிமித்தமாக இந்த இடத்துல கடந்து வருகிற ஒவ்வொருவரும் இயேசுவை பார்ப்பார்கள். ഹല്ലേലൂയ. ഒരിക്കൽ ശമരിയർ എല്ലാം അവൻ യേശുവിന്റെ അടുക്കൽ വന്നു. சமாரியர்கள் எல்லாரும் இயேசுவின் அருகாக வந்தார்கள். ഹല്ലേലൂയ. ഒരിക്കൽ ഒരു സ്ത്രീ നിമിത്തം all സമരിയറ്റ് എല്ലാ സമരിയക്കാരും യേശുവിന്റെ അടുക്കൽ വന്നു. ஒரே ஒரு ஸ்திரீ நிமித்தமாக முழு சமாரியர்களும் ரட்சிக்கப்பட்டார்கள். ഹല്ലേലൂയ. എത്ര പേർ ആഗ്രഹിക്കുന്നു കർത്താവ് എന്റെ പട്ടണം പിടിവിക്കപ്പെടണമെന്ന്? எத்தனை பேர் சொல்லுவீங்க என்னுடைய பட்டணம் விடுவிக்கப்படணும், എന്റെ இயேசுவின் சொந்தமாக்கப்பட എന്റെ வேண்டும். സഭ അഭിഷേകത്താൽ എന്റെ സഭ ആമേൻ ജനങ്ങളാൽ നിറയപ്പെടണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു? சபை அபிஷேகத்தினாலும் ஜனங்களாலும் நிரப்பப்பட வேண்டும் என்று எத்தனை பேர் விசுவாசிக்கிறீங்க? ഹല്ലേലൂയ. ഇത് തന്നെ നമ്മൾ സെക്കൻഡ് കൊറിന്ത്യൻസിനകത്ത് കണ്ടത്. ആമേൻ. ഞങ്ങളുടെ ആമേൻ ആമേൻ ഞങ്ങളുടെ പത്രം എന്ന് പറയുന്നത് ഹല്ലേലൂയ. 2 கொரிந்தியர் நாம் பார்த்தோம், நாங்கள் தேவனுடைய பத்திரம் என்று பார்த்தோம். ആമേൻ. അത് ആ പത്രം എന്ന് പറയുന്നത് അത് നിങ്ങളാ എന്ന് വെച്ചാൽ പൗലോസ് പറയുക ഹല്ലേലൂയ. ഞങ്ങളുടെ ആമേൻ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയ സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായി ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ. அதை பவுல் சொல்லுகிறார், எங்கள் இருதயங்களில் எழுதப்பட்டும் வாசிக்கப்பட்டும் மனுஷரால் அறிந்து வாசிக்கப்பட்டும் இருக்கிற பத்திரம் நாமதான் நிருபம். നിങ്ങളെ കാണുന്നവർ ഹല്ലേലൂയ ഇനി ക്രിസ്തുവിനെ കാണുന്ന നിലവാരത്തിലേക്ക് വരണം. உங்களை காண்கிறவர்கள் இயேசுவை உங்களுக்குள் காண்பார்கள். ഹല്ലേലൂയ. ஹalleluya. എന്നിട്ട് പറയുക, ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഉണ്ടായ ക്രിസ്തുവിന്റെ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ. நீங்கள் എന്നത് മൂന്നാമത്തെ വാക്യം. ஏனெனில் நீங்கள் எங்கள் ஊழியத்தினால் உண்டான கிறிஸ்துவின் நிருபமாய் இருக்கிறீர்கள். ഹല്ലേലൂയ. പൗലോസ് പറയുന്നു, ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഉണ്ടായ, எங்கள் ஊழியத்தில் உண்டான, ഞങ്ങളുടെ ശുശ്രൂഷയിൽ വെളിപ്പെട്ട எங்கள் ஊழியத்தில் வெளிப்பட்ட ക്രിസ്തുവിന്റെ கிறிஸ்துவின் പത്രമായിരിക്കുന്നുവല്ലോ നിങ്ങൾ. நிருபமாய் இருக்கிறீர்கள் நீங்கள். ഹല്ലേലൂയ. ஹalleluya. അവൻ എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട് புரியுது. എന്ന് വെച്ചാൽ ഇവിടെ പാസ്റ്റർ മെസ്സേജുകൾ പറയുമ്പോൾ ഈ സഭയ്ക്കകത്ത് നിങ്ങൾ വരുമ്പോൾ பாஸ்டர் மெசேஜ் நீங்க சர்ச்சுக்கு வரும் பொழுது നിങ്ങളിൽ ക്രിസ്തു ഉരുവാകുവാണെന്നാണ് അതിന്റെ അർത്ഥം. நீங்க இயேசு கிறிஸ்துவால் உருவாக்கப்பட்டீர்கள் என்று அர்த்தம். കാരണം സഭ ക്രിസ്തുവിനാൽ അടിസ്ഥാനമിട്ടതാ സഭ എന്ന് പറയുന്നത്. சபை கிறிஸ்துவால் கட்டப்பட்டது, அவரால் உருவாக்கப்பட்டது என்று வேதம் சொல்கிறது. ക്രിസ്തുവിനാൽ അസ്ഥിവാരം പോട്ടതാണ് സഭ. இயேசு கிறிஸ்துவின் அஸ்திவாரம் இயேசு கிறிஸ்துவால் கட்டப்பட்டதே இந்த சபை. ആരാ ക്രിസ്തു? ക്രിസ്തു എന്ന് പറഞ്ഞാൽ